ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ഏകദേശം തീരാറായി. പെയിൻറ്റിങ് പണിയെല്ലാം കഴിഞ്ഞു, ഇനിയുള്ള ഇലക്ട്രിക് പണിയാണ്. അപ്പോൾ അതിന് സാധനം എടുക്കാനായിട്ട് ഞാൻ നാമക്കലാണ് വന്നിരിക്കുന്നത്. കിടില ഒരു സ്പോട്ട് നമ്മുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും വളരെ വിലക്കുറവിന് നമുക്ക് ഇവിടുന്ന് സാധനം എടുക്കാൻ പറ്റും. ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ശ്രീ മയൂര, അതായത് നമ്മുടെ നാമക്കല്ല് PS റെസിഡൻസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. നമുക്ക് കരൂര്, കോയമ്പത്തൂർ കിട്ടുന്നതിനെ കാട്ടി ഏറ്റവും വില കുറവ്, 5 രൂപയെങ്കിലും വില കുറച്ച് ഇവിടെ കിട്ടും. അത് 100% ഉറപ്പ് പറയണം. പിന്നെ നമ്മൾ ഇവിടുന്ന് ഈ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനം നമുക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാലും അത് തിരിച്ചു കൊടുക്കും. അങ്ങനെ കൂടെ ഉള്ള ഇതുണ്ട്. കാരണം നമ്മളൊരു സാധനം പലയിടത്തും വാങ്ങിക്കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടായാലും ഇത് കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ തന്നെ പുള്ളിക്കാരി ഇവിടുന്ന് കൊറിയർ അയച്ചു തരും. ഇത്ര നല്ല ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, വിലയും കുറവാണ്. ജസ്റ്റ് ഇത് കോൺടാക്ട് ചെയ്യും, നിങ്ങൾക്ക് പലയിടത്തും വില അറിയാമല്ലോ. അപ്പോൾ ഇതൊന്ന് ഇവിടുത്തെ വിലയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കുഴപ്പമുണ്ട്. സാധനം മേടിച്ച് കൊണ്ടുപോയാലും ഇനി ബാക്കി ഇലക്ട്രിക് പണിയൊക്കെ തീർക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ പണിയെന്ന് പറയുന്നത് പെയിൻറ്റിങ് കഴിഞ്ഞു, കേരിയർ വെച്ച് കഴിഞ്ഞു, ഇലക്ട്രിക്കൽ ബാക്കിയുള്ളൂ. പിന്നെ ടാങ്കിൽ ചെറുതായിട്ട് ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. മുമ്പ് ചെയ്ത് വെച്ചതല്ലാതെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് ചെയ്യുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ആ കാണുന്നതാണ് നമ്മുടെ നാമക്കല്ല് PS റെസിഡൻസി. അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് ഓപ്പോസിറ്റ് തന്നെ, ഏകദേശം ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ശ്രീ മയൂര ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉള്ളത്. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്, A to Z. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും പുള്ളിക്കാരെ എവിടെ നിന്നെങ്കിലും എടുത്ത് കൊണ്ടുവരും. ഇത്രയ്ക്കൊരു കോൺഫിഡൻസോടെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒരുപാട് സാധനം ആൾറെഡി നമ്മുടെ ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടെയൊക്കെ വന്ന് സാധനങ്ങളൊക്കെ കണ്ട്, ക്വാളിറ്റി കണ്ട്, വില കണ്ട്, പലയിടത്തും വില ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ஆயண்ணா உங்கள் பேர்? நம்ம பேர் ரவி. இந்த ஷாப்பு வந்து நாமக்கல் துறையூர் ரோடு பட்டமேடு. அப்போ நம்ம இப்போ எந்தெல்லாம் சாதனம் எடுத்துருக்கு? ஆமாம், கொஞ்சம் சொல்லிக் கொடுங்க. இப்போ ஒயர் குவாலிட்டி வந்து ஃபினாலெக்ஸ் ஒயர் தான் நம்ம எல்லாமே குவாலிட்டியான பொருள் தான் கொடுக்குது. ஓகே, அவன் வந்து ஃபினாலெக்ஸ் ஒயர் தான் போடுது. லைட்டு வந்துட்டு சூப்பர் பிராண்டு லைட்டு, சார்ஜரு, ஓகே, எல்லா லைட்டுகள்லாம் வந்து சூப்பர் பிராண்டு தான் நம்ம கொடுக்குது. ஓகே. அப்புறம் இது வந்து லைட்டு பேக்ல டேஞ்சர் லைட் என்ன, ஓகே, அதுல வந்து நம்ம JMX கோல்டு தான் கொடுக்குது. ஓகே, அதுலயே இது வாட்டர் ப்ரூஃப், ஓகே, நீட் இதுவும் வராது. அதே மாதிரி ஃபேனும் வந்து சூப்பர் பிராண்டு தான். ஓகே, சூப்பர்லயே வந்துட்டு நம்ம குவாலிட்டி தான். அது வந்து சவுண்டு வராது, சவுண்டு வராத நீட்டா ஓடும். நம்மகிட்ட எல்லாம் நிறைய கேரளா ஆளுங்க தான் வந்து அதிகமா வருது. பொருளுக்கும் வந்துட்டு ரேட்டு கம்மி. அடுத்த கடையில போயிட்டு கேட்டாலும் நம்ம பொருளுக்கு வந்து நல்லா இருக்கும். இதுக்கு வந்து நம்ம கேரண்டி 6 மந்த் கேரண்டி கொடுக்குது. வெளியில எந்த ஸ்டோரும் வந்து கொடுக்காது, நம்ம கொடுக்குது. நாட்டுல போயிட்டு குழப்பம் ஆயிடுச்சுன்னா போட்டோ எடுத்து எனக்கு அனுப்பி வச்சுன்னா போதும், நான் உங்களுக்கு ரிப்ளேஸ்மெண்ட் அனுப்பி விடுவேன். எனக்கு பொருள் இங்க வரணுங்கிற அவசியம் இல்லை. அது வந்து பொருள் அங்கேயே கிடக்கும், நான் அங்க இருந்து உங்களுக்கு அனுப்பி வைக்கிறேன். இது வந்து 2 பேத்துக்கு நான் அங்க இருந்து அனுப்பி வச்சிருக்கேன். கோட்டை இங்க இருந்து கோட்டயத்துக்கு அனுப்பி வச்சிருக்கேன். பலரும் இங்க இருந்து கரூர் எல்லாம் போய் கொஞ்சம் இங்க இருந்து கரூர்ல போயிட்டு சாதனம் வாங்கிட்டு வந்துட்டு அங்க போயிட்டு ரேட்டு ஜாஸ்தின்னு சொல்லிட்டு மறுபடியும் இங்கே நம்ம கிட்டே வர்றாங்க. கோயம்புத்தூர் எல்லாம் போறாங்க, கோயம்புத்தூர் போகுது, சேலமும் போறாங்க, இங்க சங்ககிரி போறாங்க. போயிட்டு அங்க எல்லாம் போயிட்டு முடிச்சுட்டு ஒரு பொருள்ல ரேட்டு கம்மின்னு சொல்லிட்டு மறுபொருள்ல ரேட்டு ஜாஸ்தியா போட்டு வாங்கிட்டு வந்து இங்கேயே வந்து நம்மகிட்டே சொல்றாங்க. இப்ப யாரு வந்தாலும் இங்க பிக்சட் ரேட் இல்ல, பிக்சட் ரேட்டு தான். உங்களுக்கு ஒரு ரேட்டு, அவங்களுக்கு ஒரு ரேட்டு கிடையாது. நீங்க இன்னும் 4 பேர்த்த யாரு அனுப்பி விட்டாலும் சரி, என்னகிட்ட வந்து இந்த ரேட்டு போட்டு வச்சா ஓகே அப்படிதான் சொல்லுவோம். அப்போ நம்ம இப்போ இன்னைக்கு எடுத்த இதோட விலை கொஞ்சம் சொல்லி தருவாங்களா? இப்போ இதோட விலை கொஞ்சம் சொல்லலாம். அதெல்லாம் சொல்லலாம், ஒன்றும் தப்பு இல்லை. இது வந்து சூப்பர் பிராண்ட்ல 1000 ரூபா பேனு, இது 1200 ரூபாய்க்கு விற்கிறாங்க, நம்ம 1000 ரூபாய்க்கு கொடுக்குது. இந்த லைட் வந்து 85 விற்கிறாங்க, நான் வந்து 75 தான் கொடுக்குது. ஒன்றும் குழப்பம் இல்லை. JMC லைட்டு 450 ரூபாய்க்கு கொடுக்குறாங்க, நான் வந்து 400 ரூபாய்க்கு தான் கொடுக்குறேன். செல் சார்ஜர் 650, 550 ரூபாய்க்கு தான் நம்ம கொடுக்குறோம். இதுல இன்கமிங் அதிகமா வைக்காத நமக்கு வந்துட்டு 50 ரூபா கிடைச்சா ரைட்டு ஓகே, அந்த மாதிரி தான் நம்ம கொடுத்துருக்கு. ஃபினாலெக்ஸ்ல வந்து 20 ரூபா எனக்கு கிடைக்கும், 20 ரூபா கிடைக்கும். இப்பயும் வந்து உங்களுக்கு 15 ரூபா தான் ஜாஸ்தியா போட்டு கொடுத்துருக்குது ரேட்டு. அதே மாதிரி சுவிட்சு
பீஸ் கண்ட்ரோல் வந்து உங்களுக்கு சூப்பர் இது ரூட்ஸ் பிராண்டை தான் கொடுத்துருக்கு. ஓகே. இது வந்து நல்ல பிராண்டா தான் நமக்கு கொடுத்துருக்கு. அப்ப இதுதான் நான் எடுத்திருக்குது. ஆமா. அப்ப இன்னும் என்ன வேற எல்லாம் இருக்கு? வேற எல்லாமே இருக்கு. இன்னும் வந்து உங்களுக்கு ஆர்ன் இருக்கு, மெகாசோனிக் ஆர்ன் இருக்கு, ஓகே, அக்னி ஃபேன் இருக்கு. ஓகே. அது கொஞ்சம் ப்ராடக்ட் சொல்லும்போது விலையும் கூட கொஞ்சம் சொல்லுவாங்க. எனக்கு தெரிஞ்சது இது வந்து 1100 ரூபாய்க்கு கொடுக்குது. இப்போ வந்து ரேட்டு எல்லாம் வந்து இம்ப்ரூவ்மென்ட் ஆயிருக்கு. நம்ம பழைய ரேட்ல இருக்கு 1100 ரூபாய்க்கு கொடுத்துட்டு இருக்கு. 6 இப்ப ஆர்ன் இருக்கு 5500 ரூபாய்க்கு கொடுக்குது. நம்ம வந்து 5200க்கு தான் கொடுக்குது. இதுல மிக்கம் இல்ல, ஒன்னும் தப்பு இல்ல, குழப்பம் இல்ல, எல்லா சாதனமும் வாங்குது. நமக்கு வந்து மிக்க 500 ரூபாய் கிடைக்குதா எல்லா சாதனத்திலயும், அதான் அந்த அளவுக்கு நம்ம மெட்டீரியல் கொடுக்குது. அப்புறம் இங்க ஃபுல்லர் ஆமா, இது வீல் கழட்டுறதுங்க. ஆமா ஆமா, இதெல்லாம் இருக்கு. ஆமா. இது இங்க எவ்வளவு விலை? இது வந்து 3500 ரூபாய்க்கு கொடுத்துட்டு இருக்கு. 2850க்கு தான் நம்ம கொடுக்குது. 2850. ஓகே ஓகே. 2850. ஓகே, மினிமம் ஒரு 3500 தான். 3500 3200க்கு கொடுக்குது. ஓகே. ஆனா இங்க வந்து 2850. ஓகே. ரொம்ப ஃப்ரெஷ் பண்ணியாச்சா இன்னும் 50 ரூபாய் கம்மியா கொடுக்கும், நான் கொடுக்க. ஓகே ஓகே. ஆமா. ஓகே. நமக்கு கடவையோட இது அவ்வளவுதான். அப்ப இங்க ஜாக்கி எல்லாம் இருக்கா? ஜாக்கி வந்து வெளியில வாங்கி தரும். வாங்கி தரோம். எவ்வளவு? 100 டன்? 100 டன் வாங்கி தரும். அது இப்ப என்ன மெட்டீரியல் கன்ஃபார்ம் பண்ண முடியாது. ஏன்னு கேட்டீங்கன்னா ரேட்டு வந்து ஒரு நாளைக்கு மெட்டீரியல் ரேட்டு, இரும்பு வெயிட் வந்து ரேட்டு அதிகமா இருக்குல்ல, அதனால இங்க ஜாக்கி எடுத்து கொடுக்குறேன்னு சொன்னால. ஆமா. அது ரெடிமேடா இல்ல செய்யறது லேத்துல வந்து கம்ப்ளீட்டா செஞ்சு வச்சிருக்கோம். நெக்ஸ்ட் டைம் வரும்போது இந்த இடத்துல எல்லாம் ஜாக்கி எல்லாம் இருக்கும். ஜாக்கி லிவர் எல்லாமே இங்க இருக்கும். டெமோ வெஸ்ட் இது மாதிரி வந்து பெரிய டெமோ இங்க இருக்கும் முன்னாடி. ஓகே, இதெல்லாம் பாத்துக்கோங்க. ஓகே, அதான் நம்மளோட நம்பர் അല്ലേ, അണ്ണയുടെ നമ്പർ. ആമാ, അതിൽ കൂപ്പിട്ടാ പോതും. നമ്മളിപ്പോ എല്ലായിടത്തും കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അണ്ണൻ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ இருக்குன்னு சொல்ல. வெளியில போயிட்டு நம்ம வந்து இருக்கு நான் அப்புறம் தர இல்ல, இருக்கு. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ സാധനം എല്ലാം മേടിച്ചു നമ്മൾ കൊണ്ടുപോവുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് നോക്കാം. ഓക്കെ, താങ്ക്സ് അണ്ണ. ഓക്കെ, താങ്ക് യു. இது ஒரு ஏன்னா இப்போ நிறைய பேருக்கு நிறைய இடம் தெரியும். ஆமா. ஆனா இப்ப எங்களுக்கு இங்க நல்ல ஒரு இடம் அமைஞ்சிருக்கு. அதனால ஒரு 10 பேருக்கு தெரிஞ்சானா அவருக்கு கொஞ்சம் யூஸ்ஃபுல்லா இருக்கு. இப்படிதான் வீடியோ போடுறது. கண்டிப்பா இப்பயே வந்து நிறைய பேத்துக்கு தெரிஞ்சாச்சு. இதே மாதிரிதான் ஒரு வண்டி ஓனர் இப்ப உங்களை மாதிரி நல்ல பழக்கமாயிருச்சு. இதே மாதிரி வீடியோ எடுத்து குரூப்ல வந்திருக்குமே, அவர் சையத் அப்படின்னு சொல்லி பாய் ஒருத்தர், அவர் வந்து போட்டிருக்காரு. சரி, குரூப்ல வந்திருக்கா என்ன இதுங்கிறது தெரியல, யூடியூப்ல போட்டிருக்காரா இல்ல அப்படிங்கிறது தெரியல. ഓക്കെ, അപ്പൊ ഇനിയും എന്താ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാണ്. നമ്പർ നമുക്ക് കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. ഓക്കെ അണ്ണാ. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും സാധനങ്ങൾ മേടിച്ചു. നമ്മളെന്തൊക്കെ മേടിച്ചത് 16 + 2 18 ലൈറ്റ്, പാർക്ക് ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. അത് കണക്ക് പിന്നെ 4mm എന്താണ് പേര് അണ്ണാ? ഈ 4mm എന്നാ? 3 എണ്ണം രണ്ടാമത്തെ വയർ. വയർ 3 കോയിൽ. ഓക്കെ, 3 കോയിൽ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ 1mm അല്ല 5mm എന്നാ? ഓക്കെ. അപ്പുറം ടേപ്പ് 2 എണ്ണം. ഇത് എന്നാ? ലൈറ്റ് ബസ് ലൈറ്റ് അല്ലേ? ഓക്കെ, അത് 6 എണ്ണം. അത് 6 എണ്ണം 2400. ഫാന് എന്നാ? ഇത് 550 എന്നത് ചാർജർ. അതെ അതെ, അങ്ങനെ കുറെ ഐറ്റങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ താങ്ക്സ് അണ്ണാ. ഇനിയും പാക്കലാം. சரி, ஓகே. ஏதாவது இருந்தால் இந்த நம்பரில் வந்து கால் பண்ணால் போதும். எல்லாமே பேசி தெரிஞ்சுக்கலாம் இல்லைண்ணா? ஓகே. எலக்ட்ரிக்கல் எல்லா വർക്കും இருக்கு. நாமக்கல் தான் நம்ம வண்டி ഒരുപാട് இங்கே வேலை பண்ணிக்கிட்டு இருக்கு. கேரளாவிலேருந்து ഒരുപാട് வண்டி இங்கே இருக்குது. അപ്പോൾ അവർക്കെല്ലാം ഒരു ஹெல்ப்ஃபுல். ஓகே, கேரளாவில் பஸ்ஸுக்கெல்லாம் இங்கே இருந்து கொரியர் அனுப்பிட்டு இருக்காங்க. ஓகே ஓகே ஓகேண்ணா. അപ്പോൾ ശരി, பார்க்கலாம். താങ്ക് യു. ഓക്കെ, നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ല് ഫിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ എല്ലാവരും ജോലി തിരക്കാണ്. നമുക്ക് തന്നെ പറ്റുന്നതൊക്കെ ചെയ്യാൻ അറിയാം. ഇങ്ങനെയല്ലേ തിരിച്ചല്ലേ? ഇതല്ലേ കറക്റ്റ്? അകത്തൊരു ചെറിയ 10 സ്പെയർ ഉണ്ടായിട്ട് പിടിക്കും. കറങ്ങുന്നല്ലേ മൊത്തത്തിൽ? കുഴപ്പമില്ലല്ലോ.
ഏറെക്കുറെ വരുവിളിയാ, ഏറെക്കുറെ വരും. മുകളിൽ ആദ്യം നോക്കളിയാ. രണ്ടുപേരെ പണിയുണ്ടല്ലേ. அப்படிதான்டா ராசா. സൂപ്പറാണേ, സൂപ്പറാ. നീ മതി, കൈ പോണം. ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ലൈറ്റ് സംഭവം രണ്ടും ചതിലാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് മേടിക്കുകയും ചെയ്തില്ല. കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നു. അതായത് നമുക്ക് അതിന് ലൈറ്റ് ഇതിനകത്ത് കയറ്റാൻ പറ്റാതായി. ഇപ്പൊ നമ്മൾ അത് ഞാൻ ചെറിയ റൗണ്ട് മേടിച്ചെന്ന് പറയുന്നത് എന്നൊക്കെ ഈ കോൺ ഷേപ്പിലുള്ള ഇൻഡിക്കേറ്റർ ഇവിടെ ഫ്ലാറ്റ് ലൈറ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ കമ്പനിയിൽ നിന്ന് വരുന്ന ബാക്കി കുറച്ച് പൂവ്, പുല്ല്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് വർദ്ധിപ്പിക്കും. പണി പൂർണ്ണമായിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം പെയിന്റിങ്ങിന്റെ തട്ടത്തിന്റെ പുള്ളിക്കതൊക്കെ ഇതൊക്കെ എഴുതിക്കൊണ്ട് നോക്കുക. അതിന്റെ ഇവിടെ കണ്ടോ അതാണെങ്കിൽ ഇവിടെ സ്ലാപ്പിന് കേട്ടോ. അല്ലെ നമുക്കിന്ന് പോകട്ടോ. പോണം. ആദ്യം മുതലേ ഉണ്ടായിരുന്ന അവസാനം വണ്ണം തന്നെ പിള്ളേർ. അപ്പോ നമ്മുടെ നാമക്കല് നിന്നപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്തിനെ പരിചയപ്പെട്ട്. അപ്പോൾ ചേട്ടന്റെ വണ്ടി ഇതാണ്, ഇവിടെ വർക്ക്ഷോപ്പിൽ പണി നടക്കുകയാണ്. 15 ദിവസം കൊണ്ടുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇത് വർക്ക്ഷോപ്പിന്റെ പേര് അണ്ണേ ബോഡി ബിൽഡർ. അണ്ണന്റെ പേര് എന്റെ പേര് ഷാജി, കണ്ണൂർ സ്വദേശിയാണ്. അപ്പോ ഏകദേശം 15 ദിവസം കൊണ്ട് ഇത്രയായി. അത് വലിയൊരു കാര്യം. ഇനി പെയിന്റിങ്ങേ ഉള്ളൂ. അപ്പൊ ഇതിൽ എന്തൊക്കെ അണ്ണന്റെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് എന്തൊക്കെ? ഞാൻ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു 7 വണ്ടി ബോഡി കിട്ടി. 7 ബോഡി 2010 മുതല് ഇതേ വർക്ക്ഷോപ്പിലായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ കമ്പനി ചേസിൽ അത് ഇത് ഉള്ളില് ഇത് കണ്ട ഇത്ര ഫേസ് മുമ്പോട്ടാക്കി. ഇത് കമ്പനി ഇവിടെ വരുവാ. കമ്പനി ഇവിടെ വരുവാ. അത് ഫ്രണ്ടിലേക്ക് എടുത്ത്. അപ്പോ നമ്മുടെ ഈ ഇത്രയും ഭാഗം മുന്നിലോട്ടാക്കി ഒരടി മുന്നിലോട്ടാക്കി. അപ്പൊ സാധാരണ കുറച്ച് പുറകിലോട്ടാണ് ഇരിക്കേണ്ടത്. അപ്പൊ അത് എന്തോ കുറച്ച് കാറ്റൊക്കെ കിട്ടി കാറ്റ് സ്പേസ് ആയി ഒരു ചെറിയ ടച്ചിങ് ഒന്നും വന്നാല് നമ്മള് റെഡി ട്രെയിൻ ഒന്നും ആവൂല. എങ്ങനെ ബാക്കി വർക്കുകളൊക്കെ ഇനി എന്തൊക്കെ പെയിന്റിംഗ് ഉണ്ട്? ഇനി പെയിന്റിങ്ങും പിന്നെ ഇലക്ട്രീഷ്യൻ വർക്കും പിന്നെ ഗ്ലാസ് സ്റ്റിക്കറെല്ലാം പിന്നെ നമ്മളെ നാട്ടിൽ കൊണ്ടുപോയി ഇവിടുന്ന് ഇനി പണിയെല്ലാം തീർന്നിട്ടാകുമ്പോ ലോഡ് എടുത്തിട്ട് നാട്ടിലേക്ക് പോകും. അത്രേ ഉള്ളൂ. ലോഡ് എടുത്ത് നാട്ടിലേക്ക് പോകും. ഓക്കെ. അപ്പൊ കമ്പനി ക്യാബിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഒരു ഫ്രണ്ട് ഒരു ലുക്ക് അല്ലേ? ആണ്. നമ്മുടെ കമ്പനി ക്യാബിനാണ്. അതെ, അത് ഞാൻ കണ്ടിനി. ലാലിനെ അത് 14 വീല് അല്ലേ? 14 വീല്. നമുക്ക് ഏത് ലൈനാണ് അവിടുന്ന്? നമ്മള് ബാംഗ്ലൂർ. ലോങ് ഒന്നുമില്ല. കണ്ണൂർ ബാംഗ്ലൂർ. അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ നിലവിൽ എത്ര വണ്ടിയുണ്ട്? ഇപ്പം 3 വണ്ടി. 6 വീലാണ്. ഓക്കെ. 6 വീല് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. പെട്ടെന്ന് പണിയായി. അതാണ് നമ്മള് വന്ന 60 ദിവസം 50 ദിവസം ഓരോ ഷെഡിൽ വണ്ടി ഇടും. ഇവിടെ നമ്മുടെ അടുത്ത സുഹൃത്തിന്റെ വണ്ടി 4 മാസമായിട്ട് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ. അതാ പറയുന്നത്. ഇവിടെ ഒന്നും ഞാൻ കൊട്ടേഷൻ ഒന്നും ആക്കൂല. വായിൽ പറയൂ അത്രേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യണോ ഒന്നും എഴുതിയൊന്നുമില്ല. ഓക്കെ. നമുക്ക് ഇതിന്റെ ഫുള്ള് വർക്കിന് എത്രയാവും കൊട്ടേഷൻ? ഇത് 5.75. പെയിന്റ് അല്ലോ ഒരു ബോൾട്ട് ഞാൻ വാങ്ങൂല. എല്ലാവരും ഇതില് മരം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ വരുന്ന കേബിന്റെ ഉള്ളിൽ ചക്ക മാത്രം. ചാനലിന്റെ അകത്ത് കട്ടിക്ക് വേണ്ടിട്ട് അതും ക്വാളിറ്റി ഉള്ള കരിവേൽ ചക്ക എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ആണിയൊന്നും അടിച്ച കയറില്ല ഉണങ്ങിയാല്. അത്രയും ക്വാളിറ്റി ഇല്ല. എന്തായാലും നമുക്ക് ഇനി വഴിയിലേക്ക് വെച്ച് കാണാം. അല്ല, ഞാൻ വീഡിയോ കാണലുണ്ട്, ഫോളോ ചെയ്തിന്. സന്തോഷം. അപ്പൊ പെട്ടെന്ന് അണ്ണനെ കണ്ട അണ്ണ 15 ദിവസം കൊണ്ട് ഒരു വണ്ടി പണിഞ്ഞ് തീർക്കാറായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ 30-ാം തീയതി ചേസാട് എടുത്ത് പാലക്കാട്. പാലക്കാട് നിന്ന് എടുത്ത് 31-ാം തീയതി ഇവിടെ വന്ന് 2 ദിവസം ഇത് കഴിക്കലും പിടിക്കലായിട്ട് പോയി. പിന്നെ ഈ ആംഗ്ലർ പണിയെടുക്കുന്ന ആള് അമ്പലത്തിൽ പോയി 2 ദിവസം പണിയെടുത്ത. ശരിക്കും ഒരു 13 ദിവസം പണിയെടുത്തില്ല. ഇത്രേ ഉള്ളൂ. വണ്ടി ഏകദേശം ആയി. ഇനി ഫിനിഷിങ് വർക്കല്ലേ ഉള്ളൂ. വെൽഡിങ്ങിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി ആക്കാനുള്ള ഡീസൽ ടാങ്കിന് ക്യാപ്പ് ആക്കണം. അത് മാത്രമേ ഉള്ളൂ. ഡീസൽ ടാങ്ക് ഫുള്ളില്ല, അത് അവിടെ മാത്രം. അത് എങ്ങനെ കവർ ചെയ്താലും കട്ട് ചെയ്തിട്ട് പോകും. പിന്നെ ഒരു നമ്മളൊരു തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത് അതുള്ളതാണ്. നമ്മളിപ്പോ എത്ര ചെയ്യുന്നാലും കൊണ്ടുപോകും.
കഴിയുന്ന നമ്മള് ബാംഗ്ലൂരിലെ വഴിയിൽ വെച്ച് കിടക്കൂല. ഓക്കെ. റണ്ണിങ്ങില് നൈറ്റ് ഔട്ടല്ലേ, വൈകിട്ട് ലോഡായി എല്ലാം രാത്രി ലോഡായാല് വിടും. ഓക്കെ. ഡബിൾ ഡ്രൈവർ തന്നെ? ഇതിലെല്ലാം ഡബിൾ ആവുക. 6 വീലിലെല്ലാം സിംഗിളാ, എല്ലാം സിംഗിളാ. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ്? ഇതൊരു സ്ട്രോങ്ങിന് വേണ്ടിട്ട് വെച്ചതാ. ഇവിടെ ഉള്ളില് കാണാത്ത രീതിയിൽ ടവർ ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അറിയാണ്ട് ഒരു ഇതുണ്ടാവും, പുറത്തും ഇല്ലാണ്ട് ഉള്ളിൽ കൊടുത്തതാ. ഓക്കെ. 2 ടവർ ബോൾട്ട്. ഇത് ഇതിനോട് ഇങ്ങനെ താഴെ വന്നു. ഓക്കെ. അത് കൊള്ളാം. 2 ഒന്നില് വെള്ളം വെക്കാം, ഒന്നില് നമ്മളെ വണ്ടിന്റെ ട്യൂബ് ഇതെല്ലാം വെക്കാം. ഓക്കെ. ക്രാഷ് കാർഡ് സെറ്റപ്പ് എന്നുവെച്ചാ ഞാൻ വിചാരിച്ചു ഇത് തുറക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല ഫിറ്റിംഗ് അല്ലേ, ആണാണ്, നല്ല സ്ട്രോങ് ആണ്. ഓക്കെ. കൊള്ളാല്ലേ. ഇതെല്ലാം നമ്മളെ ഐഡിയയിൽ ചെയ്യുന്നതാ. നമ്മള് പോണ എക്സ്പീരിയൻസിൽ നമുക്ക് കണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഇതില് ചെയ്യുന്നതാ. ഓക്കെ. നമ്മള് ഹൈടെക്കിലാണ് ഇപ്പൊ എല്ലാരും വെൽഡിങ്ങും ചെയ്യുന്നുണ്ട്, ബോൾട്ടും ഇടുന്നുണ്ട്, ഇത് ഇഞ്ചസും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഏതാണ് കൂടുതൽ കൺഫേം? എനിക്ക് ഇതാണ് നല്ലത് തോന്നുന്നു. ഇഞ്ചസ് ആകുമ്പോ നമ്മള് ഇത് താഴെ താക്കുമ്പോ ഇഞ്ചസ് അധികം ടൈം നിൽക്കൂല, മറിഞ്ഞു വരും. മറിഞ്ഞു. ഇഞ്ചസ് നമ്മളെ ഹൈടെക് ബോഡിക്കല്ല ഇഞ്ചസ് ചെയ്യുന്നത്. ഇത് ഫുൾ ബോഡി വരുന്നില്ലേ, ഈ ഹൈടെക് ആയിട്ട് കമ്പനി ബോഡി വരുന്നില്ല, അത് ആ ലെവലിൽ കട്ട് ചെയ്തിട്ട് ഇഞ്ചസ് കൊടുക്കും. അത് ഇഞ്ചസ് ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ഇഞ്ചസ് ചെയ്താൽ ഇങ്ങോട്ട് താഴോട്ട്. ഇവിടെ വേറെ ഇതൊന്നും ബോക്സ് ഒന്നും ഇല്ല. അവിടെ തന്നെ 2 ബോക്സ് ആയില്ല. അവിടെ ഫുള്ള് എല്ലാം ക്യാബിനകത്ത് ഉള്ളിലല്ലാതെ വരില്ല. നിങ്ങളെ വണ്ടിയിൽ സൗകര്യം കിട്ടില്ല. ബോക്സ് പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല. കിച്ചൺ ബോക്സ് നമ്മൾ ഇച്ചിരി വലുതാക്കി വെച്ചിട്ടുണ്ട്, ഫുഡ് ആക്കാൻ പറ്റൂല. അങ്ങനെയെല്ലാം പ്രശ്നമുണ്ട്. നമുക്ക് മഴയിലെല്ലാം ഫുഡ് വണ്ടിന്റെ ഉള്ളിൽ നിന്നല്ലേ ചെയ്യാലോ. അതെ. എനിക്ക് വന്ന് നമ്മളെന്നും കാട്ടി കുറച്ചും കൂടെ ഹൈറ്റ് കുറവാണ് ഇത്. അത് മാത്രമല്ല ഈ പൈപ്പ് ഇത്തിരി വീതി കൂടിയതാണ്. വീതി കൂടിയത് വെച്ചതാ, ഹൈറ്റും കുറച്ചതാ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ആംഗ്ലറിന് കണക്കായി വേണ്ടതാ. അതായത് നമ്മളിപ്പോ 2 ആളെ അല്ലേ വണ്ടി പോവാ, ചില സമയം പിടിച്ചു വെക്കാൻ നമ്മള് 2 ആളെ രണ്ടാൾക്ക് തന്നെ ബുദ്ധിമുട്ടാ. 6 വീലിന്റെ എല്ലാം ഞാൻ ഒറ്റക്ക് എടുത്ത് വെക്കും. ഇത് 2 ആൾക്ക് തന്നെ ബുദ്ധിമുട്ടാ. അപ്പൊ ഹൈറ്റും കൂടി ഇതായി കഴിഞ്ഞാല് എത്തൂല. അപ്പൊ ഇനി പായും ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങുന്നത്? ഇവിടെ പായ് നാമക്കലുണ്ട്. അത് ഞാൻ ഒന്ന് അന്വേഷിക്കാൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരാ നാമക്കലിനാ വാങ്ങി. ഇപ്പൊ ഞാൻ ഫേസ്ബുക്ക് കണ്ടിട്ട് ഒരുത്തന്നെ വിളിച്ചിന്. അപ്പൊ ഇന്ന് ലീവാന്ന്, നാളെ കാലത്ത് അതിന്റെ റേറ്റും കാര്യമെല്ലാം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് വാങ്ങണം. നല്ല ഇവിടെ പലയിടത്തും ചോദിക്കുമ്പോ പല വിലയാ. പല വിലയാണ്. പായ് എന്ന് പറഞ്ഞാല് നിങ്ങളെ 14 വീലിന് 46, 32 ഒന്നും വേണ്ട, വീതി സിംഗിൾ ആയിട്ട് മതി. നിങ്ങൾ നൈലോണാ വാങ്ങുന്നത്? മറ്റേ ഡബിൾ മധുര കോഡ്സ് ഇല്ലേ, മധുര കോഡ്സ് ഒന്ന് വാങ്ങുക. ഏത്? പച്ച. പച്ച. അത് മെഴുകുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനമുണ്ട്. അത് 24 വീതിയെ വേണ്ടു. സിംഗിൾ ആയിട്ട് 24 വീതിക്ക് നമ്മളെ കേവനും കഴിച്ചിട്ട് 2 അടി മേലെ ഇട്ടാൽ കറ്റാവും. അത്ര കിട്ടും. ഞാനക്ക് അറിയുന്ന, ഞാൻ വാങ്ങിയതാ. അപ്പോ 46, 32 ആണ് ഇന്നലെ ചോദിച്ചത്. 32ന്റെ ആവശ്യമില്ല. 32ന്റെ ആവശ്യമില്ല. നമ്മള് 32 ഇട്ടാല് ഡബിൾ കിട്ടൂല. പിന്നെന്തിനാ 32? സെന്ററിൽ ബെൽച്ച് മേലോട്ട് കയറ്റി വെക്കണം. അതിൽ നല്ല 24, 26, 24 വേണ്ടു. എന്നിട്ട് നമ്മള് മേലെ ഒരു SRF വാങ്ങൂലേ, SRF വാങ്ങുമ്പോ നീളം അതേ തന്നെ എടുക്കുക. നീളം എടുത്തിട്ട് ഒരു 20 വീതി, 20 വീതി വേണ്ടു. അഥവാ കുറച്ച് ഹൈറ്റുള്ള ലോഡ് കയറ്റിയാലോ ഈ മറ്റേ പായ് ഒരു സൈഡ് ബുക്കിന് ലെവലാക്കിയിട്ട് ഈ നൈലോണ് കുറച്ച് അങ്ങോട്ട് ഇറക്കി കൊടുത്താൽ മതി. നൈലോണ് കുറച്ച് ആ സൈഡിൽ ഇറക്കിയാൽ ആവും. മേലെ എന്തായാലും നൈലോണ് 20 വാങ്ങിയാല് ടോപ്പിൽ കറ്റായി കിട്ടും. കറ്റല്ല, 20ന്റെ വാങ്ങിയാല് നമ്മളെ കേവൻ ലെവൽ ലോഡിന് കറ്റായിട്ട് യൂക്കിന് കിട്ടും. 20 2 സൈഡും. അതിന് ഹൈറ്റ് വരുമ്പോ എന്ന് പറഞ്ഞാല് ഒരു സൈഡ് കുറച്ച് ഇറക്കി കൊടുത്തിട്ട് മറ്റേ പായ് ഇങ്ങോട്ടും ഇറക്കി കൊടുക്കും. അഡ്ജസ്റ്റ് ചെയ്തിട്ടാ മതി. നമ്മുടെ ഷീറ്റ് തന്നെയാണല്ലേ അടിയില്, പ്ലാറ്റ്ഫോമില്? ഷീറ്റ് അടിച്ച്. ഷീറ്റിന് നമ്മളെ ഈ ഫ്രൂട്ട്സ് ഐറ്റെല്ലാം കയറ്റല് ബുദ്ധിമുട്ട്, ചൂട് കൂടുതലല്ലേ. ആപ്പിൾ ലോഡിനെല്ലാം കാശ്മീർ പോകുമ്പോ പ്ലൈവുഡ് അടിയിൽ ഇടണം. ഡാമേജ് വന്നു കഴിഞ്ഞാൽ പൈസ പോകും, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് ഭക്ഷണം കഴിക്കണം, അങ്ങോട്ട് വരാം. ശരി. എൻ്റെ വണ്ടിയുടെ പണി നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി. ആഷ്ലി എന്ന് പറയുന്ന ചേട്ടനാണ്, പുനലൂരുള്ള. എല്ലാവർക്കും അറിയാം, ഈ ഫീൽഡിലുള്ള ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാവുന്നതാണ്. ധോനി എന്ന് പറയുന്ന പുള്ളിക്കാരന് വണ്ടികളുണ്ട്, ധോനി എന്ന പേരിൽ. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ
ഏറ്റവും പുതിയ 14 വീല് കെട്ടുകവൻ വണ്ടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ പണി നടക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളെ മറ്റേ പൊടി ഉണ്ടല്ലോ, മിനുക്ക് പൊടി, അതിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല, അതൊക്കെ ഇട്ടാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാബിനകത്ത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ കയറാം. അപ്പോൾ ഇവിടെ താഴെ ഫൈബറൊക്കെ അടിച്ചിട്ടുണ്ട്, ഫുൾ ഫൈബറാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നൈറ്റൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. ഒരുപാട് ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, സൈഡിലൊക്കെ ആയിട്ടായാലും അകത്തായാലും ടോപ്പിലായാലും ഒരുപാട് പാർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന വർക്ക്ഷോപ്പിൻ്റെ അടുത്തുനിന്ന് കുറച്ച് 1 കിലോമീറ്റർ മാറി മറ്റേ സ്ഥലത്ത് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ നിരത്തിയിട്ടിരിക്കുകയാണ് പല വർക്കിനായിട്ട്. പൊളിക്കാനുള്ളതുകൊണ്ട്, പൊളിച്ചതുകൊണ്ട്, മറിഞ്ഞതുണ്ട്, പുതുതായിട്ട് കൊണ്ടുവന്നതുണ്ട്, കെട്ടിക്കൊണ്ടിരിക്കുന്നതുണ്ട്. ഇതെല്ലാം വെളിയിലത്തെ ഒരു ഗ്രൗണ്ടിൽ കിടക്കുന്നതാണ്. അത് കണക്ക് തന്നെ അവിടെയും വേറൊരു വർക്ക്ഷോപ്പുണ്ട്. ഇഷ്ടം പോലെ വണ്ടികളുടെ പണി, വണ്ടിപ്പണികളുടെ ഒരു ലോകമാണിത് നാമക്കൽ. അപ്പോൾ ഇന്ന് എൻ്റെ വണ്ടിയുടെ പൂജയാണ്. നാമക്കൽ ബോഡി വർക്ക്ഷോപ്പിൽ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് വണ്ടി റോട്ടിലോട്ട് ഇറക്കി നാട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള വർക്കുകളായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം 30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വണ്ടി കിട്ടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളെ ഇവിടെ വന്ന ശേഷം കിട്ടി കേട്ടോ. ഒരുപാട് പേരെ കിട്ടി, ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. അപ്പോൾ അവരെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓരോരുത്തർ സങ്കടവും വിഷമവും, ഓരോരുത്തരും ഇവിടെ വന്ന ശേഷമുള്ള സങ്കടവും വണ്ടിപ്പണിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകളും ഇപ്പം നമുക്ക് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് തന്നു. നീ ഇത് കണക്ക് ചെയ്യണം, നീ അത് കണക്ക് ചെയ്യണം, നമുക്കുണ്ടായ അബദ്ധം പറ്റുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്ക് പങ്കുവെച്ച് തന്നു. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തർ നമ്മളെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ വണ്ടി എടുക്കാനായിട്ട് ബോഡി വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇതുവരെ ഇന്നത്തെ ദിവസം വണ്ടി ഇറക്കുമ്പോൾ എന്ത് പണികളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടെന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അല്ലേ? അതെ. ഞാൻ ഇപ്പോൾ കയറാൻ പോകുന്ന വാതിലേ എൻ്റെ സ്വപ്നത്തിൻ്റെ വാതിലാണ്. അതിനകത്ത് എൻ്റെ സ്വപ്നം കിടക്കുകയാണ്. അത് ഞാൻ എടുക്കാൻ പോവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയാവുന്നു. എൻ്റെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനി പൂജയുണ്ട്. പൂജ കഴിഞ്ഞ് ചാവി പാകുന്നൊരു ചടങ്ങുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലോട്ട് പോകും. അപ്പോൾ നിലവിൽ ഈ വണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്, ഇപ്പോൾ ഫൈനൽ എന്തൊക്കെ ആയി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞുതരാം. ഞാൻ ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും പറയാം. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഫസ്റ്റ് ഇത് ഞാൻ ഷോറൂമിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് മേടിച്ച് വെച്ചതാണ്. ഈ ഒരു ഗ്രില്ല് വാങ്ങണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ഗ്രില്ല് വയ്ക്കാൻ. പിന്നെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നൈം ബോർഡ്, കേരിയർ പ്ലസ് നൈം ബോർഡ്, നമ്മൾ ഈ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ വണ്ടിയിൽ ചെയ്തതല്ല, നമ്മുടേതായ രീതിയിൽ ചെയ്തെടുത്തതാണ്. ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ നമ്മൾ വണ്ടി ഫുള്ള് കെട്ടി ഹൈഡക്ക് വെച്ച്, ഹുക്കുകൾ വെച്ച്, പെയിൻറ്റിങ് കഴിഞ്ഞു, ചെറിയ കളർ കോഡെല്ലാം കഴിഞ്ഞു. ഇവിടെയാണ് നമ്മുടെ ടൂൾ ബോക്സ് വരുന്നത്. 2 ടൂൾ ബോക്സാണ് നമുക്ക് വരുന്നത്. ദിവസം തുറക്കല്ലേ, പെയിൻ്റ് അടിച്ച് ഇന്ന് രാവിലെയാണ് പെയിൻ്റ് അടിച്ചത്. അകത്ത് വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ആണ്, പ്രൈമർ കോട്ടിങ് ചെയ്തിരിക്കുകയാണ് ചുവന്ന കളറിലുള്ള. അങ്ങ് അടച്ച് വയ്ക്കുക. അടുത്തായിട്ട് നമുക്ക് ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാം മൊത്തത്തിൽ നല്ല രീതിക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് നാമക്കൽ ചെയ്യുന്നതിൽ അത്യാവശ്യം നല്ല രീതിക്ക് ആണ് ചെയ്തു തന്നിട്ടുള്ളത്. പലർക്കും ഇവിടുത്തെ പെയിൻറ്റിങ് അത്ര ഇഷ്ടമാവത്തില്ല, എന്നിരുന്നാൽ പോലും മാന്യമായ രീതിയിലുള്ള പെയിൻറ്റിങ് ആണ് ചെയ്തു തന്നിട്ടുള്ളത്. നല്ലൊരു രീതിക്കുള്ള പെയിൻറ്റിങ് വേണമെങ്കിൽ കംപ്രസറും കാര്യങ്ങളൊക്കെ വേണം. നമ്മളിവിടെ കംപ്രസറും കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് 2000-3000 രൂപ ഡീസൽ സ്റ്റോർ ചെയ്തിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ എയർ ടാങ്ക് വഴി ഇവിടുത്തെ സ്പ്രേ പെയിൻറ്റിൻ്റെ ഓസ് കണക്ട് ചെയ്തിട്ടാണ് എയർ എടുത്തിട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ രീതിയിലായതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി കാണത്തുള്ളൂ, എന്നാലും അത്യാവശ്യം കൊള്ളാവുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ടയറിൻ്റെ പിറകിലും ഫ്ലാപ്പ് വരുന്നുണ്ട്, ചെളി താങ്ങി. നമ്മുടെ ഫ്ലാപ്പ് എന്ന് പറയുന്നത് ഈ ബാക്ക് വശത്ത് നമ്മൾ ചെയിൻ വെച്ചാണ് ഫ്ലാപ്പ് ലോക്ക് ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പഞ്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ അടിയിലോട്ട് കയറണമെങ്കിൽ ഫ്ലാപ്പ് നമുക്ക് ഈ ചെയിൻ ഊരിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സ്റ്റെപ്പിനിയുടെ കാര്യം പറഞ്ഞാലും നമ്മൾ ചെയ്സ് ഇറക്കിയപ്പോഴത്തേക്കും സ്റ്റെപ്പിനി ഇട സൈഡായിരുന്നു വന്നിരുന്നത്. നമ്മൾ ഇട സൈഡ് കിച്ചൺ ബോക്സ് വെക്കുന്നത് കൊണ്ട് സ്റ്റെപ്പിനി അവിടെ നിന്ന് ഊരിയിട്ട് റൈറ്റ് സൈഡിൽ ചെയ്സിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു
സേഫ്റ്റി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. കളർ കോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ അടിപൊളിയായി. ബാക്കിൽ വരികയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ സ്റ്റൈലാണ്. ഈ രീതിയിലൊക്കെയാണ് ഇവിടെ നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ഫസ്റ്റ്, സ്പീഡ് നെക്സ്റ്റ്, അങ്ങനെയൊക്കെ കുറച്ച് എഴുതിയിട്ടുണ്ട്. AIP ഓൾ ഇന്ത്യ പെർമിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. കണക്ക് കഴിഞ്ഞാൽ നമ്മുടെ ചെയ്സ് ഇറക്കുമ്പോൾ കൂടെ കിട്ടിയ ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാങ്ങി വെച്ച ലൈറ്റുകളാണ് ഇത്. 2, 3, മൊത്തം 5 ലൈറ്റ് വൺ സൈഡ് ബാക്കിലത്തെ ഇതെന്ന് പറയുന്ന ബ്രേക്ക് ലൈറ്റ് വിത്ത് പാർക്കാണ്. ഇതും ബ്രേക്ക് ലൈറ്റാണ്. ഇത് ഇൻഡിക്കേറ്ററാണ്. ഇത് റിവേഴ്സാണ്. ഇത് നമ്മുടെ പാർക്ക് ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞത് 400 രൂപയും ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞത് 400 രൂപയാണ് അല്ലേ. ഇത് 2 400 രൂപയാണ്. അത് കണക്ക് കഴിഞ്ഞാൽ ഇത് 250, ഇത് 250, ഇത് 175 ആ റേഞ്ച് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് മേടിച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു റിവേഴ്സ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതേ കണക്കിന് ഈ സൈഡും ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർക്ക് ലൈറ്റ് നമ്മൾ മൊത്തം 2, 4, 6 പ്ലേറ്റാണ് പാർക്ക് ലൈറ്റ് ഇൻഡിക്കേറ്ററിന് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ മൊത്തം 2 സൈഡും കൂടെ 24 ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് 12 ലൈറ്റാണ് വെച്ചിട്ടുള്ളത്. 6 പാർക്ക് ലൈറ്റും 6 ഇൻഡിക്കേറ്ററും ഒരു സൈഡിൽ വരുന്നുണ്ട്. കണക്കിന് മറു സൈഡ് 6, 12 വരുന്നുണ്ട്. മൊത്തം 24 പാർക്ക് ലൈറ്റ് ഇൻഡിക്കേറ്ററുമാണ്, മൊത്തം ലൈറ്റാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ ബോക്സ് വരുന്നത്. കിച്ചൺ ബോക്സും നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ 4ക്ക് 2 സൈസിലാണ് ചെയ്തിട്ടുള്ളത്. 4ക്ക് 2 സൈസാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയാണ്. അകത്ത് വാട്ടർ പ്രൂഫ് കോട്ടിങ്ങാണ്, പ്രൈമർ കോട്ടിങ്ങാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കിച്ചൺ സാധനങ്ങളൊക്കെ വെക്കാനും ഇവിടെ ഒരു ക്യാൻ വയ്ക്കാനും 20 ലിറ്ററിൻ്റെ ക്യാൻ വയ്ക്കാനുമായിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ബോക്സ്. ഈ പെയിൻറ്റിങ് ഒക്കെ ഇന്ന് മൊത്തം ടച്ചപ്പ് ചെയ്തതാണ്. ഇന്നലത്തെ ദിവസം കൊണ്ട് മൊത്തം ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഇന്നൊക്കെയാണ് ഈ എഴുത്തും കാര്യങ്ങളും പൂവും ചിത്രങ്ങളൊക്കെ വെച്ചത്. ഇവിടുത്തെ സ്റ്റൈലാണ്. വലിയൊരു ബോറായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഗാർഡ് വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഈ സൈഡ് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ പെർമിറ്റ്, അതിനൊക്കെ തന്നെ നമ്മുടെ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ, മധ്യപ്രദേശ്, UP, രാജസ്ഥാൻ, ഡൽഹി, അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പേജുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡീസൽ ടാങ്ക്. ഡീസൽ ടാങ്ക് ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നോർമലായിട്ട് അവസാന ഘട്ടത്തിലാണ് ഈ ഒരു രീതിക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യം നമ്മൾ നോർമലായിട്ടുള്ള 2 നമ്മുടെ പൈപ്പ് വെച്ചിട്ട് ഒരു ഗാർഡ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും അഡീഷണലായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഡീസൽ ടാങ്കിൻ്റെ ക്യാപ്പും അതിനൊക്കെ തന്നെ പിറകിൽ സെൻസറും വരുന്നുണ്ട്. അതൊരു കവർ ചെയ്ത് ഒരു ഷീറ്റ് വെച്ച് അവിടെ ഒന്ന് പട്ടയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഷീറ്റ് വെച്ചത് അവസാന നിമിഷമാണ്. കാരണം മോഷണ ശ്രമം ഒഴിവാക്കാൻ, മാക്സിമം രക്ഷപ്പെടാം, അല്ലെങ്കിൽ മാക്സിമം ഒരു സേഫ്റ്റി കൊടുക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് സേഫ്റ്റി. ഇതൊന്നും ഒരു കള്ളന്മാർക്ക് ഒരു വലിയ കാര്യമല്ല. ഏത് രീതിയിൽ വേണമെങ്കിലും പൊട്ടിക്കാനുള്ളതാണെങ്കിൽ പൊട്ടിച്ചിട്ട് പോകും. എന്നാലും നമുക്കൊരു മനസ്സമാധാനത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ചാവി. ഈ രീതിയിലുള്ള പൂട്ടാണ്, അതായത് നമ്മുടെ വീട്ടിൻ്റെയൊക്കെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതിയിലുള്ള പൂട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ തുറന്നിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ഇടാവുന്നേ ഉള്ളൂ. നോർമലായിട്ട് ഇവിടെ മാത്രമേ ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു പൂട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഒരുപാട് പേരുടെ അഭിപ്രായം കേട്ടപ്പോഴത്തേക്കും കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടേക്കാം, ഒരു മോഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം എന്നുള്ളൊരു ചിന്തയാണ്. ഇത് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഷീറ്റ് എക്സ്ട്രാ വെക്കുന്നതേ ഉള്ളൂ. ഒരു സാധാരണ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് 20 മിനിറ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ആ സമയത്ത് നമുക്ക് എണീക്കാൻ സൗണ്ടോ എന്താ കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഇത് അടിയിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ട്, ഡീസൽ ടാങ്കിൻ്റെ അടിയിൽ കവർ ചെയ്തിട്ട് നമ്മൾ പ്ലൈവുഡ് ഇട്ടിട്ടുണ്ട്. 2 ചാനൽ ഈ സൈഡും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചാനലിലോട്ട് പ്ലൈവുഡ് കയറ്റി വെച്ചിട്ട് നമ്മളിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഡീസൽ ടാങ്ക് മൊത്തത്തിൽ കവർ ചെയ്തേക്കുന്നത്. പറ്റുന്ന രീതിയിൽ സെൻസറും വളരെ പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല. അതണക്കിന് ഡീസൽ ക്യാപ്പിലും വളരെ പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല. അടിയിൽ തുള ഇട്ട് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്, ആ രീതിയിലും പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഡീസൽ ടാങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയുള്ള നമ്മുടെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഈ രീതിയിലാണ് ബാറ്ററി ബോക്സ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് എയർ ടാങ്കിൻ്റെ ഗാർഡാണ്. പ്ലസ് നമുക്ക് പാകെട്ടാനായാലും ലാഡറിൽ മുകളിലോട്ട് കയറാനായാലും ഇവിടെ ചവിട്ടി കയറാനായിട്ടുള്ള സൗകര്യത്തിന് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. മറ്റേത് ചിലപ്പോൾ ഈ രീതിയാണ്. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ ചെയ്തതാണ്. ഈ രീതിയിൽ മുമ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ ആ രീതിക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ്. കാരിയർ മുകളിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഹൈടെക്ക് നമുക്ക് ബോൾട്ട് ആണ് ചെയ്തിട്ടുള്ളത്. പലരും പല രീതിയിൽ ചെയ്യും. ഞാൻ ഫുള്ള് ബോൾട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ സ്ട്രോങ് ബോൾട്ടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അയാളുടെ അഭിപ്രായം കേട്ടു അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പൂജ കഴിഞ്ഞ് വണ്ടി നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ഇതിൽ കൂടെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. 30 ദിവസത്തെ ഒരു വർക്കാണ് ഈ കാണുന്നത്. ഏകദേശം നല്ല വൃത്തിക്ക് വളരെ മാന്യമായിട്ട് വളരെ നല്ല രീതിക്ക് നല്ല ക്വാളിറ്റിയിലുമാണ് വണ്ടി ചെയ്ത് തന്നിട്ടുള്ളത്. ഇതുവരെ വളരെ ഹാപ്പിയാണ്. ഇനി എന്തായാലും നമുക്ക് ഫസ്റ്റ് ലോഡൊക്കെ എടുത്ത് പോകുന്ന യാത്രാ വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്യാം. നമ്മുടെ വണ്ടിയിൽ ഒരുപാട് യാത്രകൾ ചെയ്ത് വീഡിയോ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ നാമക്കൽ വേൽമുരുകയിലാണ് നമ്മൾ ബോഡി കെട്ടിയിട്ടുള്ളത്. ഒരുപാട് പേര് ഇവിടെ ബോഡി കെട്ടുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഇവിടെയാണ് ബോഡി കെട്ടിയിട്ടുള്ളത്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. ഞാനും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷേ നാമക്കൽ ബോഡി കെട്ടാനായിട്ട് പല സ്വപ്നങ്ങളും കൊണ്ട് വണ്ടി കൊണ്ടുപോയിരുന്നവർ പലരും വളരെ ഹാപ്പി ആയിട്ടല്ല ഇവിടെ തിരിച്ചു പോകുന്നത്. കാരണം പലരും ചതിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഒരുപാട് അനുഭവങ്ങൾ പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഇന്ന് ഈ നാട്ടിൽ ഇന്നത്തെ ദിവസം ഞാൻ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. 4 മാസമായിട്ട് നാമക്കല്ലിൽ ബോഡി കെട്ടിയിട്ട് ബോഡി പണി തീർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായ ഒരുപാട് സുഹൃത്തുക്കൾ കാണും. നമ്മൾ വണ്ടി എടുത്ത് എത്രയും പെട്ടെന്ന് പണി കഴിപ്പിച്ച് റോട്ടിൽ ഇറക്കി ഓടി വാടക നേടി അത് EMIയിലോട്ട് അടയ്ക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷേ നമ്മളെ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പലരും സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വളരെ സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായാലും ബോഡി കെട്ടാൻ വരുമ്പോഴത്തേക്കും പലരും മാക്സിമം നല്ല വർക്ക്ഷോപ്പിലോ നേരിട്ട് പോയിട്ടോ കണ്ടിട്ടോ പലരുടെ അഭിപ്രായം ചോദിച്ചിട്ടോ ബോഡി കെട്ടാൻ ശ്രമിക്കുക. സമയം ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞു. ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ ചേട്ടനായിട്ട് ഓണറായിട്ടുള്ള മുത്തുവണ്ണം വരും. മുത്തുവണ്ണം വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ വാഹന പൂജ നടത്തും. പൂജ നടത്തിയിട്ടാണ് നമുക്ക് ചാവി തരുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പൂജ നടത്തി വാഹനം കൈമാറുന്നതെന്ന് കേട്ടിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഏതൊരു ബോഡി വർക്ക്ഷോപ്പിൽ പോയാലും എല്ലാവരും പൂജ നടത്തി പ്രാർത്ഥിച്ച് വളരെ സന്തോഷത്തോടെ വാഹനം കൈമാറി പോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്കിവിടെ ഇന്ന് ഉണ്ട്. നമുക്കതിൽ പങ്കെടുക്കണം. എൻ്റെ വണ്ടി ആദ്യമായിട്ട് ചാവി എൻ്റെ കയ്യിലോട്ട് തരുന്ന ഒരു ദിവസമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് കഴിഞ്ഞ മാസം ഞാൻ മാരാൻ്റെ വണ്ടി മാരാത് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനാണ് ചാവി മേടിച്ചത്. ഇവിടെ വന്ന ശേഷം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അതാണ് മറ്റൊരു വിശേഷം. ആദ്യമായിട്ട് കാണുന്നവർ, വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നവർ, വളരെ സപ്പോർട്ടായി സംസാരിക്കുന്നവർ, വളരെ സന്തോഷം ഉണ്ടാവില്ലൊക്കെ. എവിടെ ചെന്നാലും ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായി. ഇപ്പോൾ അതിന് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന ശേഷം നമുക്കിനി പൂജയിലോട്ട് കിടക്കാം. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഒന്ന് പൊടി പിടിച്ച് കിടക്കും. 1 മാസത്തെ പൊടിയുണ്ട് വണ്ടിയിൽ. അതൊക്കെ ഒന്ന് ഇടയ്ക്ക് വാട്ടർ സർവീസ് ചെയ്ത് എന്നിരുന്നാലും പൊടിയാണ്, ഭയങ്കര പൊടിയാണ് നമുക്കല്ല. പൊടിയും ചൂടും ഭയങ്കര കൂടുതൽ. അപ്പോൾ ഉണങ്ങാൻ വൃത്തിയാക്കി കഴുകിയിട്ട് പോവാം. ഒരുപാട് പൊടിയുണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. നമുക്ക് കൈയിട്ട് തേക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ പൂജയ്ക്ക് മുമ്പ് ഇത് കുളിപ്പിച്ചില്ലെന്ന് വേണ്ട അല്ലേ കളിയാ? ശുദ്ധി വരട്ടെ. അപ്പോൾ ഇനി വണ്ടി എവിടെയാണ് പണിഞ്ഞതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നാമക്കല്ലാണ്. നാമക്കൽ വേൽമുരുകൻ ബോഡി വർക്ക്ഷോപ്പിലാണ് ഞാൻ എൻ്റെ വണ്ടി അത്രയും പണിഞ്ഞത്. ഇവിടെ മുത്തുവണ്ണനാണ് ഇവിടുത്തെ ഓണർ. മുത്തുവണ്ണൻ വയനാട് സ്വദേശിയാണ്. വളരെ കൊച്ചി തന്നെ ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുന്നു. ഏകദേശം 40-45 വർഷത്തിൽ കൂടുതൽ ഈ ഒരു ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് മുത്തുവണ്ണൻ. അപ്പോൾ മുത്തുവണ്ണനെ ഒരുപാട് പേർക്ക് അറിയാം. ബോഡി വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ നാമക്കൽ വന്നിട്ടുള്ള ഒരുപാട് പേർക്ക് മുത്തുവണ്ണനെ നല്ലതുപോലെ അറിയാം. അപ്പോൾ എൻ്റെ വണ്ടി വളരെ നന്നായിട്ട് ഞാൻ ചെയ്തു തന്നു. അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇനിയുള്ളത് പൂജയാണ്. പൂജ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ദൃഷ്ടിയൊക്കെ ഒഴിഞ്ഞ് കർപ്പൂരമൊക്കെ കത്തിച്ച് വിളക്ക് കത്തിച്ച് തേങ്ങയൊക്കെ ഉടച്ച് അങ്ങനെയുള്ള ചടങ്ങാണ്. അപ്പോൾ നമുക്കും വളരെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയാണ് പൂജ എന്ന് പറയുന്നത്. എന്തായാലും അത് തുടങ്ങാറായി. സമയം ഇപ്പോൾ ഏകദേശം 8:30 നമുക്കിവിടെ 9 മണി വരെ നോ എൻട്രിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉടനെ നമുക്ക് ഇറങ്ങാം. ഓക്കെ, നമ്മുടെ വണ്ടി മൊത്തം ഒഴിഞ്ഞ് തേങ്ങയിൽ കർപ്പൂരം വെച്ച് കത്തിച്ച് തീയും കൊണ്ട് നമ്മുടെ ലോറി
4 വർഷം നടന്ന് ഒഴിഞ്ഞ് ദൃഷ്ടി പടച്ച്. വണ്ടിയിൽ പോവില്ലേ? ആ പോ. നന്ദി. ഓക്കെ ശരി, ரொம்ப സന്തോഷം. ഓക്കെ അണ്ണാ. എന്തെങ്കിലും വിളിക്കണോ? ഓക്കെ വിളിക്കാം. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല, സന്തോഷമാണ്. അല്ലേ? സന്തോഷമാണ്. വലിയ മനുഷ്യൻ ആശീർവാദം വാങ്ങിക്കേ. അവളെ നന്ദി. അതെന്നാ പാകலாம். സന്തോഷം. പോയിട്ട് അപ്പൊ നമ്മള് പൂജയൊക്കെ കഴിഞ്ഞ് നാമക്കലിൽ നിന്ന് നേരെ നാട്ടിലോട്ട് പോവുകയാണ്. രജിസ്ട്രേഷൻ ചെയ്യാറുണ്ട്, ഇനി പേപ്പർ പെർമിറ്റ് എടുക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്ത് തീർക്കാറുണ്ട്. എന്നിട്ട് വേണം ഫസ്റ്റ് ജോഡ് എടുത്തുകൊണ്ട് യാത്ര തുടങ്ങാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ കാഴ്ചകളെല്ലാം കണ്ടു, എപ്പിസോഡെല്ലാം കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സമയം 6 മണിയായപ്പോഴത്തേക്കും നമ്മള് തെങ്കാശി കഴിഞ്ഞ് പുളിയറ കഴിഞ്ഞ് നമ്മുടെ ഹസ്ബൻഡ് കയറുകയാണ്. അപ്പോൾ പലതവണ ഞാൻ ഇതുവഴി ഒരുപാട് തവണ വണ്ടികളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പല വണ്ടികളിൽ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു ദിവസം എനിക്ക് ഈ ഹസ്ബൻഡ് ഒരു ലോറിയും കൊണ്ട് ഇന്നത്തെ ദിവസം സാധിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പുളിയറ തെന്മല ഹസ്ബൻഡ്. അല്ലയാ അല്ലെ, ഇതാണ് നമ്മുടെ അങ്ങനെ ഈ ഒരു ബെഞ്ച് കയറാൻ പറ്റിയ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടില് കഴിഞ്ഞ ഒരു 3-4 ദിവസം നാമക്കല്ല് 45 ഡിഗ്രി കുറഞ്ഞത് ഇത്രയും ചൂട് അനുഭവിച്ച് നമ്മുടെ നാട്ടിലോട്ട് വന്ന് കയറിയപ്പോ നല്ല അടിപൊളി മഴ കേട്ടോ. രാവിലെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. നമ്മള് തെങ്കാശി കയറി പുളിയറ എത്തുന്നതിന് മുമ്പ് മഴ പെയ്തു തുടങ്ങിയതാണ്. അടിപൊളി തന്നെ എന്തായാലും രാവിലെ അല്ലേ. നമ്മൾ കുറെ നാള് മഴയൊക്കെ കാണാതിരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ വന്ന് കയറുമ്പോ മഴ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് എന്തായാലും രാത്രി മുഴുക്ക നമ്മള് ഓട്ടിച്ച് വന്നു. ഇനിയിപ്പോ എന്തായാലും തെന്മല എവിടെയെങ്കിലും ഇറങ്ങിയിട്ടൊന്ന് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയിട്ട് പോകാം കേട്ടാളിയാ. ഇതാണ് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ പറയുക. പക്ഷെ ആര്യങ്കാവ് എഴുതിക്കുന്നുണ്ട്. പിന്നെ അല്ലയാ നമ്മുടെ ഈ ജയ്ലാൻഡിന്റെ ഈ വൈപ്പർ ഇടുന്നതിൽ എനിക്ക് ചെറിയൊരു കാര്യം പറയാനാണ്. നമുക്ക് ഇതില് സ്പീഡ് 1ഉം 2ഉം ഉള്ളൂ. ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വൈപ്പർ അടിച്ചോണ്ടിരിക്കും. ചെറിയ ചാറ്റൽ മഴയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് പഴയ 2005 ഏതെങ്കിലും മാരുതി ഓൾട്ടോ കാർ എടുത്ത് നോക്കിയാൽ ആ സിസ്റ്റം ഉണ്ട്. പക്ഷെ ഇതില് അങ്ങനെ ഒരു സംഭവം നിലവില് ഇല്ല കേട്ടോ. നമ്മൾ ഇത്രയും വലിയ വണ്ടിയൊക്കെ എടുത്ത് ഇത്രയും പൈസയൊക്കെ എടുത്തുന്ന നമ്മള് ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് നമ്മൾ ഇങ്ങനെ ഇതിങ്ങനെ ഓണും ഓഫും നോക്കി ഇങ്ങനെ ഓട്ടിക്കണം. അപ്പൊ ഇത്ര നേരം അങ്ങനെയാണ് ഓട്ടിച്ച് വന്നത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിന്റെ പുറത്ത് പറഞ്ഞതാണ്. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. നമ്മൾ ഈ ചെറിയ ചാറ്റൽ മഴയ്ക്കൊക്കെ ഇങ്ങനെ കിടന്ന് വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫ് ചെയ്ത് ഇനിയിപ്പോ കുറച്ച് ഒരു 10-30 സെക്കൻഡ് ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് ഗ്ലാസ്സിൽ വെള്ളം വീണിട്ട് കാണാൻ പറ്റാത്ത, നമുക്ക് ഓട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ ആകുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഇവിടെ ഒരു ഇട്ട് കൊടുത്ത് വൈപ്പ് ചെയ്യും. മഴയത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പതുക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പം മഴയത്തും വെയിലത്തും കാറ്റത്തും മഞ്ഞത്തും ഒരു അരമണിക്കൂറായിട്ട് 1 മണിക്കൂറായിട്ട് കൈ ഇങ്ങനെ വൈപ്പ് ചെയ്തോണ്ടിരിക്കും. ഇതാണ് സ്വിച്ചിട്ട് വെച്ചിട്ട് പരിപാടി അല്ലേ. അല്ലെ എന്ത് തോന്നുന്നു? എനിക്ക് വലിയ വണ്ടി ഓടിച്ചിട്ടില്ലാത്തോണ്ട് നമ്മളിപ്പോ കാറിലായാലും നമുക്കതൊരു ഉപകാരമല്ലേ. ചെറിയ ചാറ്റൽ മഴയ്ക്കൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഇട്ട് സ്വിച്ചിനൊക്കെ ഓഫ് ആക്കുകയും ചെയ്യണ്ട. അല്ലെങ്കിൽ വന്നിട്ട് അയ്യോ സ്പീഡ് ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ വർക്ക് ചെയ്യിപ്പിച്ചോണ്ടിരിക്കണം. പാലരുവി വാട്ടർഫാൾസ് ആ ഭാഗത്ത് വണ്ടികളൊക്കെ കുറവാണ്. അവിടെ ഒരുപാട് ടിപ്പർ കിടക്കുന്നുണ്ട്.
അത് നമ്മള് വാരണ വഴിയില് നമ്മുടെ ചെക്ക് പോസ്റ്റ് അതിർത്തിയില് പുളിയറ, അതായത് കേരള തമിഴ്നാട് അതിർത്തിയില് 1 കിലോമീറ്റർ 1-2 കിലോമീറ്റർ മുഴുവൻ വണ്ടിയില് ഫുള്ള് ടിപ്പറാ. ഇത്രയും ലോഡ് എടുക്കാൻ എനിക്ക് തോന്നുന്നു സമയങ്ങളൊക്കെ വീണ്ടും ക്രമീകരിച്ചെന്ന് തോന്നുന്നു. സാധാരണ ഈ സമയത്തൊക്കെ ഓടാമായിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടുത്തെ അവസ്ഥ. തമിഴ്നാട്ടിലേക്ക് ഒരുപാട് സമയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ടിപ്പറിന് ഓടാൻ ഇപ്പൊ. അതുകൊണ്ട് ഒരു ഏകദേശം 100-300 ടിപ്പറുകളൊക്കെ അല്ലേ വെയിറ്റ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് ലൈനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് ഇവിടെ കൂടുതൽ ബ്ലോക്ക് ആവാൻ പോണേന്ന് തോന്നുന്നു അല്ലേ. അല്ലെ നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. നോക്കിയാണ് ഒഴുകി വരുന്നത്. പാലരുവിയാണല്ലേ ഇത് കളിയാണ് എനിക്ക്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ? കല്ലാറാണോ അല്ലേ? ഇതിന്റെ ഇവിടെ നമ്മള് വന്ന വഴിയിലല്ലായിരുന്ന പാലരുവി? ആണ് ആണ് ആണ്. ആ വെള്ളമായിരിക്കും ഇല്ലേ? എനിക്ക് അതും വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മുടെ തെന്മല ഡാമിൽ നിന്നൊക്കെ വന്ന് ഇടയ്ക്ക് പോകുന്ന എനിക്കറിയാൻ വയ്യത്തൊക്കെ. അങ്ങനെ നമ്മളിപ്പോ തെന്മല എത്തി നിൽക്കുകയാണ്. സമയം ഏകദേശം 7 മണിയോളം ആവുന്നു. ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ടൊന്ന് നിർത്തിയതാണ്. നമുക്ക് തെന്മല ഡാമിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഗേറ്റിൻ്റെ അടുത്തായിട്ട് നല്ല സ്ഥലമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇടാൻ പറ്റും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ തിരക്കും കാര്യങ്ങളും ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് മാറ്റാൻ പറയണം. നമ്മൾ ഈ വലിയ വണ്ടി ഇട്ടേക്കണ കഴിഞ്ഞാൽ മറ്റുള്ള വലിയ വണ്ടിക്കാർ ഇവിടെ കൊണ്ടിടും. സെക്യൂരിറ്റി വളരെ സ്നേഹത്തോടെ പറഞ്ഞു കേട്ടോ, ഇതാണ് വിഷയം, വേറെ ഒന്നും കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് നമ്മളടുത്ത് ആ ഒരു സ്നേഹത്തോടെ പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് അല്ലേ. നിങ്ങൾ കുറച്ച് നേരം കൂടെ കിടന്നാൽ, പക്ഷെ കൂടുതൽ നേരം കിടന്നാൽ ഒരുപാട് വണ്ടികൾ ഇവിടെ ഇതാണ് കൊണ്ടിടുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വരുന്ന വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് റെസ്റ്റ് എടുത്ത് 4 മണിക്കൂറൂടെ നിന്നിട്ട് നമ്മൾ എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അല്ലേ. നമ്മുടെ വണ്ടിയിൽ ആദ്യത്തെ ലോഡൊക്കെ എടുത്ത് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ലോഡൊക്കെ എടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ടല്ലേ വീണ്ടും കാണാം.